ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 223 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ദിവസങ്ങളിൽ പ്രവാചകന്മാരെ പറ്റിയുള്ള ക്ലാസ് എടുക്കുന്നത് യിരെമ്യാവിന്റെ ക്ലാസിന്റെ സമാപന ഭാഗത്തേക്ക് ഏവരെ ക്ഷണിച്ചുകൊള്ളുകയാണ്. 38 അധ്യായം 6 വാക്യം മുതൽ 14 വാക്യം വരെയും താൻ പ്രവചിച്ചു. താൻ ഒരു പ്രവാചകനായിരുന്നല്ലോ. പ്രവചിച്ചതിന്റെ ഉള്ള ശിക്ഷ തനിക്ക് കിട്ടിയത് കാവൽപ്പുരത്ത് രാജകുമാരനായ മൽക്കിയാവിന്റെ കുഴിയിൽ ഇറക്കി. ഇതാണ് പ്രവാചകന് കിട്ടിയ കൂലി. അതിൽ വെള്ളമില്ലായിരുന്നു, അത് മുഴുവൻ ചള്ളയായിരുന്നു. താൻ ചള്ളയിലേക്ക് താണുപോയി. ഈ പ്രവാചകൻ എന്തെല്ലാം പ്രവചിച്ചാലും അടിയും അതുപോലെ ഉപദ്രവമല്ലാതെ വേറെ ഒന്നും തനിക്ക് ലഭ്യമാകുന്നില്ല. എന്തൊരു കാര്യമാണ്! പക്ഷേ യിരെമ്യാവ് പുറകോട്ട് പോയില്ല. യിരെമ്യാവിന് എത്ര ഉപദ്രവം കിട്ടിയാലും ദൈവം പറയുന്നത് വിളിച്ചു പറയുകയാണ് യിരെമ്യാവിന്റെ ഡ്യൂട്ടി. അതാണ് ഒരു ഉത്തമനായ ഒരു പ്രവാചകന്റെ ദൗത്യം. സത്യം പ്രവചിച്ചാൽ ഇങ്ങനെയുള്ളതായ ഭവിഷ്യത്തുണ്ടാകും. ഇനി കള്ളം പ്രവചിച്ചാലോ ധാരാളം സമ്പത്ത് ഉണ്ടാക്കാം എന്നും കൂടെ ഈ കാര്യത്തിലും ഓർപ്പിക്കുന്നു. യിരെമ്യാവ് വിചാരിച്ചു തന്റെ അന്ത്യം ഇവിടെ ആയിരിക്കുമെന്ന്. എന്നാൽ യിരെമ്യാവിനെ കൊണ്ട് വലിയൊരു ശുശ്രൂഷ പിന്നെ ചെയ്യിക്കുവാനുള്ളത് കൊണ്ട് ദൈവം ഒരു രക്ഷകനെ എഴുന്നേൽപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് കരുതി പരാജയപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ ശുശ്രൂഷ തീരുന്നതിന് വരെയും ദൈവം നിന്നോടുകൂടെ ഇരിക്കും. ഒരു രക്ഷകനെ അയക്കാൻ തീരുമാനിച്ചു. കൂശ്യനായ ഏബെദ്മേലെക്ക് അത് രാജാവിന്റെ അടുക്കൽ കടന്നു എന്ന് പ്രകാരം പറഞ്ഞു, നമ്മുടെ യിരെമ്യാവിനെ പിടിച്ച് ഒരു കുഴിയിലിട്ടിരിക്കുകയാണ്. അവൻ അവിടെ കിടന്ന് പട്ടിണി കൊണ്ട് മരിക്കുകയുള്ളൂ. ഏറ്റവും വേദനാജനകമായ മരണം എന്ന് പറയുന്നത് പട്ടിണി കൊണ്ട് മരിക്കുകയാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗവും തളരും. വിശപ്പോടുകൂടി ആഹാരം കിട്ടാനുള്ള മരണമാണ് ഏറ്റവും ദുഃഖകരമായ മരണം. ഇതിനകത്ത് എനിക്കൊരു സന്ദേശം വരാനുള്ളത്, വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം അന്ത്യം വരെയും സൂക്ഷിക്കും. തന്റെ ദൈവത്വത്തിന്റെ പവറിൽ അവസാന നിമിഷം വരെ സൂക്ഷിക്കും എന്നും മനസ്സിലാക്കണം. രാജാവ് ഉടനെ പറഞ്ഞു, അവരെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു. 30 പേരെ കൂട്ടിവരുത്തി പഴയ തുണികളെല്ലാം ഇറക്കി, കയറ് ഇറക്കി, ഒരുപാട് ചള്ളയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കരയ്ക്കു കയറ്റി. എന്നാൽ അദ്ദേഹത്തിന് പ്രവചനം തെറ്റിയില്ല. ദൈവം പറഞ്ഞതാണല്ലോ പ്രവചനം. കൽദയർ വന്നു, യെരൂശലേം പിടിച്ചു, സിദെക്കീയാവിനെ കൊണ്ടുപോയി, യെരൂശലേം തീ കൊണ്ട് നശിപ്പിച്ചു. ഇനി 38 അധ്യായത്തിന്റെ 17 വാക്യം, യെരൂശലേമിനെ പിടിച്ചുവെങ്കിലും യിരെമ്യാവ്
കാവൽപ്പുരമുറ്റത്ത് പാർത്തു. അടുത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ 52-ാം അധ്യായം 10-ാമത്തെ വാക്യം, ബാബേൽ രാജാവിനെ സിദെക്കീയാവ് പിടിച്ചു. തന്റെ പുത്രന്മാരെ അവന്റെ അല്ലെങ്കിൽ കണ്ണിന്റെ മുമ്പിൽ വെച്ച് തന്നെ അവരുടെ മക്കളെ കൊന്നുകളഞ്ഞു. അടുത്ത പറയുന്നത്, സിദെക്കീയാവിന്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചു. അവനെ നേരെ ബാബിലോണിലേക്ക് പോയി. ജീവപര്യന്തം കാരാഗൃഹത്തിൽ അവൻ അവിടെ കിടന്ന് മരിച്ചു. ഇസ്രായേലിന്റെയും യഹൂദയുടെയും അവസാനത്തെ രാജാവ് സിദെക്കീയാവായിരുന്നു. അവൻ വളരെ ദ്രോഹം ദൈവത്തിനെതിരായിട്ടും പ്രവാചകനായ യിരെമ്യാവിനോടും കാണിച്ചു. തന്റെ ക്രൂരത ചിന്തിപ്പാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം. ദൈവം ഒരാളെ അഭിഷിക്തനായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ അവനെ ഉപദ്രവിക്കരുത്, എന്റെ അഭിഷിക്തനെ തുടരുത്. യിരെമ്യാവിനോട് കാണിച്ച ക്രൂരത അവന്റെ കുടുംബത്തിന്റെ അന്ത്യം ചിന്തിക്കുമ്പോൾ അത്രമാത്രം ദൈവ കുടുംബത്തെ ശിക്ഷിച്ചു. വിശ്വാസിയായിരുന്നാലും അവിശ്വാസിയായിരുന്നാലും അഭിഷിക്തന്മാരെ, ദൈവദാസന്മാരെ ഉപദ്രവിച്ചാൽ ലോകത്തിൽ ആരും ചോദിക്കുന്നില്ലെങ്കിലും ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ചോദ്യം ഇച്ചിരി കട്ടിയായിരിക്കും. യിരെമ്യാവിന്റെ അന്ത്യത്തെ പറ്റി ശരിയായ ഒരു രേഖ എനിക്ക് ലഭിച്ചിട്ടില്ല. പല അഭിപ്രായങ്ങൾ പറയുന്നെങ്കിലും അഭിപ്രായങ്ങൾ ഓരോ വ്യത്യസ്തമായ അഭിപ്രായമാണ്. എന്നാൽ യിരെമ്യാവ്, ചരിത്രം പറയുന്നത് യിരെമ്യാവ് ഇസ്രായേലിൽ തന്നെയായിരുന്നു തന്റെ അന്ത്യം. ജീവനോടെ ഉള്ള ആളുകളെ മുഴുവനെയും നേരെ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയെങ്കിലും ഒരു ശേഷിപ്പ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. അവിടെ യിരെമ്യാവ് ജീവനോടെ ശുശ്രൂഷിച്ചു. അവിടെ വെച്ച് തന്നെ തന്റെ സമാപനം എന്നാണെന്ന് നമുക്ക് വിശ്വസിക്കാം. BC 606 ശേഷം അതോടുകൂടി യെരൂശലേം ദൈവാലയം കത്തിച്ചു കളഞ്ഞു. ഇന്നുവരെ 2025 വരെ ഇസ്രായേലിൽ ഒരു രാജാവ് വന്നിട്ടില്ല. എന്നാൽ ഒരു രാജാവ് വരാൻ പോവുകയാണ്. യെശയ്യാപ്രവചനം 32-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഒരു രാജാവ് നീതിയോടെ വാഴും. ആ രാജാവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. എനിക്കെപ്പോഴും പറയാനുള്ള ഏക കാര്യം, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പോകുവാൻ തയ്യാറാകുക, ഭാരത്തിലൂന്നി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.